ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായി മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ ശാസ്ത്രമേളയും പ്രവൃത്തി പരിചയമേളയും പുരാവസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 400-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയാണ് ശാസ്ത്രമേള നടത്തിയത്. നിർമ്മല പബ്ലിക് സ്കൂളിൽ ശാസ്ത്രമേളയും പ്രവൃത്തി പരിചയവും പുരാവസ്തുക്കളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നിർമ്മല പബ്ലിക് സ്കൂളിൽ കുട്ടികളുടെ ശാസ്ത്രമേള സംഘടിപ്പിച്ചിരിക്കുകയാണ്. സയൻസ് ഫെയറും സോഷ്യൽ ആൻഡ് മാത്തമാറ്റിക്സ്, അതോടൊപ്പം ഇവരുടെ വർക്ക് എക്സ്പീരിയൻസും ഈ കൂടെ ഇന്ന് നടന്നു പോവുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന മികവിനോടൊപ്പം പാഠ്യേതര കാര്യങ്ങളിലുള്ള അവരുടെ ഒരു മികവ് കൂടെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വളരെ പ്രകടമാണ്. 400ഓളം കുട്ടികൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. സയൻസ് വിഷയങ്ങളിലും സാമൂഹ്യ പാഠ വിഷയങ്ങളിലും അതോടൊപ്പം മാത്സ് വിഷയങ്ങളിലും അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന വർക്കിംഗ് ആൻഡ് സ്റ്റിൽ മോഡൽസാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാവരും വലിയ ഉത്സാഹത്തിലാണ്. ഈ ഒരു ദിവസം അവരുടെ സാങ്കേതിക മികവുകൾ തെളിയിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 400-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളെ അധികരിച്ച് നിശ്ചല മാതൃകകളും പ്രവർത്തന മാതൃകകളും മത്സരാർത്ഥികൾ പ്രദർശിപ്പിച്ചു. So this is a plastoscope. A plastoscope is basically a microscope made out of plastoscope. The aim of this project is to make a fully recycled microscope which is made out of cost-effective materials. It has only cost about 1,700 rupees, whereas the real microscope costs from 9,000 to at least 1 lakh. The aim of this project is that even rural children should be able to see microscopic figures through the microscope rather than being shown them through drawings and pictures. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ പൂർവ്വസ്ഥിതിയിൽ ആവിഷ്കരിച്ച നിശ്ചല മാതൃക നവകേരള നിർമ്മിതിക്ക് ആഹ്വാനം നൽകുന്നതായിരുന്നു. ജൂനിയർ വിഭാഗത്തിലെ ആദിത്യൻ MR മഴയും വെയിലും തിരിച്ചറിഞ്ഞ് സൂര്യപ്രകാശത്തിൽ തുണി ഉണക്കാൻ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനം ആവിഷ്കരിച്ചത് ശ്രദ്ധേയമായി. എൻ്റെ പേര് ആദിത്യൻ MR. ഞാൻ 5A പഠിക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നമുക്കൊക്കെ വേണ്ടി വരുന്ന ഒരു ഭാവിയിലോട്ട് ആവശ്യം വരുന്ന സാധനമാണ്. ഇത് വാട്ടർ സെൻസർ, ബാറ്ററി, മോട്ടർ, ഇതൊക്കെ തെർമോക്കോൾ, കാർഡ്ബോർഡ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിൽ ജോലിക്കൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തുണിയൊന്നും എടുക്കാൻ പറ്റില്ലായിരിക്കും, തുണിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പെട്ടെന്നൊരു മഴ വരിക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, നമ്മുടെ തുണിയൊക്കെ നനയും. അതിന് പകരമാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ കണക്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ തുണി അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞ് മഴയൊക്കെ മാറി ഇതിങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷനിലേക്ക് വരും. ഇതൊക്കെ വീട്ടിൽ വേറെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടിൽ അമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പുതിയ തലമുറയ്ക്ക് പഴമയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു പഴയ വീട്ടുസാമഗ്രികളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം. മൊബൈൽ ഫോണിന്റെ ആധുനിക കാലഘട്ടത്തിൽ പഴയ ഫോണുകൾ കുട്ടികൾക്ക് കൗതുകമായി. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ രൂപങ്ങളിൽ അവരുടെ കലാവിരുത് തെളിഞ്ഞു. പൂക്കളുടെ വിസ്മയ വിന്യാസം മേളയ്ക്ക് മനോഹാരിത പകരുന്നതായിരുന്നു. അധ്യാപകരായ സോമി മാത്യു, അന്നമ്മ മാത്യു, ടിൻഡു ഇ ജോൺ, ലീമ റോസ്, മിനി NR എന്നിവരാണ് മേളയ്ക്ക് നേതൃത്വം നൽകിയത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.